എല്ലാവർക്കും ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെ പറ്റിയും ഡയറക്റ്റ് പ്ലാനിനെ പറ്റിയും റെഗുലർ പ്ലാനിനെ പറ്റിയൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോക്കെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ അത്തരം വീഡിയോകൾക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വന്നൊരു കമന്റ് എന്ന് പറയുന്നത് എങ്ങനെ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൂടുതൽ ആളുകളും കമന്റ് ചെയ്ത് ചോദിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തത് ആ ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്ന രീതിയെ പറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പോരായ്മയെ പറ്റിയാണ് ആദ്യത്തേതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് കടക്കാം. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിൽ പുതുതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്ന് ബേസ്ഡ് ഓൺ സ്റ്റാർ റേറ്റിംഗ്, അതായത് ഓരോ മ്യൂച്വൽ ഫണ്ടിനും ലഭിക്കുന്ന സ്റ്റാർ റേറ്റിംഗ് ആണ് ആദ്യം തന്നെ ഒരു പുതുതായിട്ട് കടന്ന ഒരു ഇൻവെസ്റ്റേഴ്സ് ഇത് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആ ഒരു ഫണ്ടിന്റെ റാങ്കിങ്, അതായത് പ്രീവിയസ് ഇയേഴ്സ് ആ ഒരു ഫണ്ട് നൽകിയിട്ടുള്ള റിട്ടേൺ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫണ്ടിന്റെ റാങ്കിങ് ആണ്. ഈ രണ്ട് ക്രൈറ്റീരിയ ആണ് കൂടുതലായിട്ടും പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്ന ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന രണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ റേറ്റിംഗും അതുപോലെ തന്നെ ഫണ്ടിന്റെ റാങ്കിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഫാക്ടറായ സ്റ്റാർ റേറ്റിംഗിനെ പറ്റി നോക്കാം. മ്യൂച്വൽ ഫണ്ടുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കമ്പനികളാണ് ക്രിസിൽ, മണി കൺട്രോൾ, അതുപോലെ തന്നെ വാല്യൂ റിസർച്ച് തുടങ്ങിയ കമ്പനികളാണ് ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നതിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ. അപ്പോൾ പ്രധാനമായിട്ട് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു തരം ബിസിനസ് തന്നെയാണ്. ഈ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്, ഓരോ ഫണ്ടുകൾക്ക് നൽകുന്ന സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ അതിലും ഒരു ബിസിനസ് എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ ചില ഫണ്ടുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്ത് വിടുന്നതിലെ ഒരു ബിസിനസ്സിനുള്ള ഒരു ഫാക്ടറും ഈ ഒരു സ്റ്റാർ റേറ്റിംഗിലുണ്ട്. തൽക്കാലം നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർ റേറ്റിംഗിൽ ആ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫണ്ടിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, പ്രീവിയസ് ഇയർ ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു ഫണ്ടിന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന കമ്പനി നല്ലൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള സാധാരണക്കായ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ കുറേ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫണ്ടിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവും ആ ഒരു ഫണ്ടിലേക്ക്. അപ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ ആ ഒരു ഫണ്ടിലേക്ക് വളരെ ചെറിയൊരു പീരീഡിൽ ഇത്തരത്തിൽ സ്റ്റാർ റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പീരീഡിൽ തന്നെ ആ ഒരു ഫണ്ടിലേക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഫണ്ട് മാനേജേഴ്സിന് ഈ ഫണ്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായി മാറും. കാരണം അത്രയും വലിയൊരു എമൗണ്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇത്തരത്തിൽ ഫണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിലുള്ള ഒരു സ്റ്റോക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം വില കൂടി അതിനൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് ആരും പുതുതായിട്ട് ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. ഓക്കെ, വീണ്ടും ആ ഒരു സ്റ്റോക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിലേക്ക് വരാൻ വേണ്ടി പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കും, അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ തേടിപ്പോവും. അതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഈ ഒരു ഫണ്ട് മാനേജർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലുള്ള പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ പ്രീവിയസ് ഇയറിലൊക്കെ വളരെ കുറഞ്ഞ ഫണ്ട് മാത്രം മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം വളരെ അധികം സൂക്ഷിച്ച് അതുപോലെ തന്നെ വളരെയധികം സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടായിരിക്കും ഓരോ ഫണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് ആ ഒരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ടാവുക. ആ ഒരു സ്റ്റോക്കിന്റെ ആ സമയത്തെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ നല്ലൊരു വാല്യുവേഷൻ ആയിരിക്കും അദ്ദേഹം ഓരോ സ്റ്റോക്കും സെലക്ട് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ടാവുക. എന്നാൽ പിന്നീട് നല്ലൊരു സ്റ്റാർ റേറ്റിംഗ് കിട്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്റ്റോക്കിന്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓവർ പ്രൈസ്ഡായി മാറിയിട്ടുണ്ടാവും, വില കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ സമയത്തിന് അദ്ദേഹത്തിന് ഈ ഒരു പുതുതായിട്ട് വന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അത്തരത്തിലുള്ള ആ ഒരു വില കൂടി നിൽക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പം പിന്നീട് ആ ഒരു സ്റ്റോക്ക് ആ ഒരു ഫണ്ടിന്റെ വാല്യൂ താഴത്തോട്ട് പോകാം, അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെർഫോം ചെയ്യാനൊരു സാധ്യത ഉള്ളതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ പുതിയ സ്റ്റോക്കുകൾ തേടി പോകേണ്ട ഒരു അവസ്ഥ വരും. ആ സമയത്ത് അദ്ദേഹത്തിന് പണ്ട് കണ്ടെത്തിയതുപോലെ നല്ല ക്വാളിറ്റിയിലെ സ്റ്റോക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ
ഇത്തരത്തിൽ വലിയ ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് പുതുതായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പം സ്റ്റോക്ക് സെലക്ഷനിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ നല്ല രീതിയിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു ഫണ്ട് ചിലപ്പം അടുത്ത ഇയറിലേക്ക് ചിലപ്പോൾ 3 സ്റ്റാറിലേക്കൊക്കെ പോകാനൊരു സാധ്യതയുണ്ട്. അതായത് ആ ഫണ്ടിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ഫാക്ടർ നോക്കി നോക്കാം. റാങ്കിങ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ റിട്ടേൺസ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻപത്തെ വർഷങ്ങളായിട്ട് നൽകിയിട്ടുള്ള റിട്ടേൺ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടിന്റെ റേറ്റിംഗ്. ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പുതുതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത് ഫണ്ടുകൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നൽകിയിട്ടുള്ള റിട്ടേണിന്റെ ബേസിലായിരിക്കും. എനിക്ക് തന്നെ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഫണ്ട് കഴിഞ്ഞ വർഷം 25% റിട്ടേൺ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ 30% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരും വർഷങ്ങളിലും ഈ ഒരു റിട്ടേൺ ലഭിക്കില്ലേ, അത്തരത്തിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്നത്. ഇത്തരത്തിൽ പുതുതായിട്ട് വരുന്ന ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ചെറിയൊരു പീരീഡിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെറിയൊരു പീരീഡിൽ വലിയൊരു റിട്ടേൺ നൽകുന്ന, അതായത് 25%, 30% ഒക്കെ റിട്ടേൺ നൽകുന്ന ഫണ്ടുകൾ കൂടുതൽ റിസ്ക് എടുക്കുന്ന ഫണ്ടുകളായിരിക്കും. അതായത് ആ ഒരു ഫണ്ടിലുള്ള സ്റ്റോക്കുകൾ, ആ ഒരു ഫണ്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കുന്ന സ്റ്റോക്കുകളായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ വളരെയധികം വോളറ്റൈലിറ്റി ഉള്ള സ്റ്റോക്കുകളായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ചെറിയ പീരീഡിൽ നല്ല റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ വലിയൊരു റിസ്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളായി ഒരു 25%, 30% റിട്ടേൺ നൽകിയിട്ടുള്ള ഫണ്ടുകൾ പോലും ഇനി വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ നൽകാനുള്ള വളരെ വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വലിയൊരു റിസ്ക് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ. ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് ഇത്തരത്തിലുള്ള വളരെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇത്തരത്തിൽ ചെറിയൊരു പീരീഡിൽ തന്നെ 25% ഒക്കെ റിട്ടേൺ നൽകിയ ഒരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുണ്ടായി. എന്നാൽ പിന്നെ വന്ന വർഷങ്ങളിൽ ആ ഒരു ഫണ്ട് വളരെയധികം മോശമായ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ആ തുടക്കക്കാരനായി വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രീവിയസ് ഇയർ റിട്ടേൺ മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ വലിയൊരു നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന വർഷങ്ങളിൽ ആ ഒരു ഫണ്ട് കാഴ്ചവെക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഇത്രയും കാലം കമന്റ് ചെയ്ത് മെസ്സേജ് ചെയ്തൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നമ്മുടെ വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. എങ്ങനെ നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താം. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനു വേണ്ട സ്റ്റെപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ അതിനുവേണ്ടി ആദ്യം വേണ്ടി വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത്. നമ്മളെല്ലാവരും ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിനൊരു ലക്ഷ്യം, നമ്മളൊരു ഗോൾ അതിന് സെറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം, പലതരത്തിലുള്ള ആൾക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന്. ചില ആൾക്ക് ഭാവിയിൽ ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നവരുണ്ടാവും, ഭാവിയിൽ ഒരു കാർ വാങ്ങാൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ മക്കളുടെ കല്യാണം, വിദ്യാഭ്യാസം, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിന് നല്ലൊരു പർപ്പസ്, നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ ഒരു പർപ്പസ് സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഗോൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന ആ ഒരു പീരീഡ് നമ്മൾ അപ്പോൾ തന്നെ സെറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു 10 വർഷത്തിന് ശേഷമാണ് ആ ഒരു വീട് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു 10 വർഷം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആയിട്ട് നിങ്ങൾ ഏകദേശം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു പീരീഡാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസും അതിനു വേണ്ടി വരുന്ന ഒരു ഏകദേശം ഒരു ടൈം പീരീഡ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്തതായിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അടുത്തായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. ആദ്യം തന്നെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കുക നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറാണെന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ വേണ്ടത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറവ് റിസ്ക് മാത്രമേ എടുക്കാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിസ്ക് കുറഞ്ഞ ഡെപ്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതേസമയത്ത് നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ടൈം പീരീഡുമായിട്ട്, അതായത് നമ്മുടെ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്
ഈ റിസ്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ വളരെ കുറഞ്ഞൊരു പീരീഡ്, അതായത് ഒരു വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ള റെക്കമെൻഡേഷൻ. അതേസമയത്ത് നിങ്ങൾ റിസ്ക് കുറഞ്ഞ ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഓക്കെ, ഒരു 3 വർഷത്തിനൊക്കെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിലാണ് അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇക്വിറ്റി ഫണ്ടുകൾ കൂടുതലായിട്ടും നല്ലത് വരിക, കൂടുതലായിട്ട് ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറുക പറഞ്ഞത് ഒരു 3 വർഷത്തിനൊക്കെ മുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമുള്ളവർക്കായിരിക്കും. അതേ സമയത്ത് നമുക്ക് ഇക്വിറ്റിയിൽ തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകൾക്ക് പൊതുവെ റിസ്ക് കൂടുതലുള്ള സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ലോങ് പീരീഡിലേക്ക്, ഒരു 15 years 20 years എന്നൊക്കെ പറയുന്ന ഒരു പീരീഡിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലത് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും. സോ വളരെ കുറവ് റിസ്ക് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഡെപ്റ്റ് ഫണ്ടുകളാണ്. അതേസമയത്ത് കുറച്ച് കൂടുതൽ റിസ്ക്, വളരെ കൂടുതലല്ല, കുറച്ച് കൂടുതൽ റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നല്ലത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളായിരിക്കും. അതേ സമയത്ത് കുറച്ച് കൂടി ഒരു ആവറേജ് റിസ്ക് മാത്രം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഫണ്ടുകളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് കപ്പാസിറ്റി ഉണ്ട് എന്നതിനനുസരിച്ച് ഒരു സെക്ടർ നിങ്ങൾ സെലക്ട് ചെയ്യാം. ആദ്യത്തെ ആ ഒരു 2 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഗോളും അതുപോലെ തന്നെ ഒരു പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും നമുക്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു റിസ്ക്കും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പം കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് താല്പര്യമുണ്ട്, അപ്പോൾ ഞാൻ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഒരു ഫണ്ട് ചൂസ് ചെയ്തു. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പം അത്തരത്തിലുള്ള ഫണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഒരു ഫണ്ടിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ആ ഒരു ഫണ്ടിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി വരുന്ന സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫണ്ടിന്റെ പ്രീവിയസ് പെർഫോമൻസ് നമ്മൾ ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രീവിയസ് പെർഫോമൻസിന്റെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രീവിയസ് പെർഫോമൻസ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫണ്ട് എത്രത്തോളം റിട്ടേൺ തന്നു എന്നതിനെ പറ്റി മാത്രമല്ല, ആ ഒരു ഫണ്ട് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് SBI കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് valueresearch.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രീവിയസ് ഇയറിൽ അതിന്റെ പെർഫോമൻസ് ഞാൻ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ valuesearchonline.com സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഇതുപോലൊരു, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലൊരു ഇന്റർഫേസിലായിരിക്കും. അപ്പോൾ SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ SBIയുടെ ഫണ്ട്, SBI സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ നേരെ കുറച്ചുകൂടി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിലൊരു ടാബ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ആ ഒരു പോർഷനിലാണ് നമുക്ക് ഈ ഒരു കമ്പനിയുടെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ ഇവിടെ ഇപ്പം 1 month 3 month 1 year 3 year 5 year വരെയുള്ള ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് അറിയേണ്ടത് ഈ ഒരു ഫണ്ട്, ഈ ഒരു SBI സ്മോൾ ക്യാപ് ഫണ്ട് സ്റ്റേബിൾ ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിസ്ക് എടുത്തിട്ടാണോ ചില സമയത്ത് റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും 2 കോളം റോ കാണാൻ പറ്റും. ഇവിടെ റാങ്ക് നമ്പർ ഓഫ് ഫണ്ട്സ് ഇൻ ദിസ് കാറ്റഗറി എന്ന് പറഞ്ഞൊന്നുണ്ട്, അതുപോലെ തന്നെ റാങ്ക് വിത്തിൻ ദിസ് കാറ്റഗറി. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലിപ്പം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലെ ഫണ്ടുകളുടെ എണ്ണവും അതുപോലെ തന്നെ ആ ഒരു പീരീഡിൽ, ഇപ്പോൾ 5 yearലാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഈ ഒരു ഫണ്ടിന്റെ, ഈ SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ റാങ്ക് എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഇയറിലും അല്ലെങ്കിൽ എല്ലാ പീരീഡിലും ഈ ഒരു പർട്ടിക്കുലർ ഫണ്ട് എബോവ് ആവറേജ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണും 5 വർഷം മുന്നേ ഈ ഒരു കാറ്റഗറിയിൽ 10 ഫണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഫണ്ടിന്റെ റാങ്ക് പറഞ്ഞാൽ 1ാമതായിരുന്നു ഈ ഫണ്ട്. അതുപോലെ തന്നെ 13 ഉണ്ടായിരുന്ന സമയത്ത് 4ാമതായിരുന്നു. അപ്പോൾ എല്ലാ സമയത്തും ഒരു ആവറേജ്, എബോവ് ആവറേജ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക്, ഈ ഒരു ഫണ്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഫണ്ട് സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ
റിസ്ക് ഒന്നും എടുക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫണ്ട് മാനേജർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഈ ഒരു ഫാക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു കമ്പനിയുടെ പ്രീവിയസ് ഇയർ പെർഫോമൻസ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ഫണ്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ 3 ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ ഫാക്ടറാണ് നോക്കാൻ പോകുന്നത്, ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയത്, തൊട്ട് മുന്നേ നോക്കിയത് ആ ഒരു പർട്ടിക്കുലർ ഫണ്ടിന്റെ പ്രീവിയസ് ഇയർ പെർഫോമൻസ്, അല്ലെങ്കിൽ മുന്നത്തെ പീരീഡുകളിൽ ഉണ്ടായ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ വെറുതെ ഒരു പെർഫോമൻസ് നോക്കി അത് കൺസിസ്റ്റന്റ് ആണ് എന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഫണ്ട് പെർഫോം ചെയ്യുന്നത് എന്നൊറ്റ കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മുന്നേ വർഷങ്ങളിൽ ചിലപ്പം ആ ഒരു ഫണ്ട് മാനേജ് ചെയ്ത ആളെ തന്നെ ആയിരിക്കേണ്ട ഇനി വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഫണ്ട് മാനേജർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന മറ്റ് ഫണ്ടുകളുടെ ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഫണ്ട് മാനേജർ നല്ല രീതിയിൽ ഫണ്ടുകളെ അനലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഫണ്ട് മാനേജറിനെ പറ്റിയും, അതുപോലെ തന്നെ ആ ഒരു ഫണ്ട് മാനേജർ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, അതുപോലെ തന്നെ ആ ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന മറ്റ് ഫണ്ടുകളുടെയും ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ നമുക്ക് ഈ ഒരു valuesearchonline.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഫണ്ട് മാനേജറിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ valuesearch.com വരികയാണ്. valuesearchonline.com വന്നിട്ട് നമ്മൾ നേരത്തെ പോലെ SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ SBI സ്മോൾ ക്യാപ് ഫണ്ടിന്റെ നമുക്ക് ഇവിടെ ഒരു ടാബ് കാണാൻ പറ്റും, അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ. അപ്പോൾ അനാലിസിസ് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഇവിടെ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ആർ ശ്രീനിവാസൻ സിൻസ് 2013. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2013 മുതൽ തന്നെ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് ആർ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഫണ്ട് മാനേജർ ആണ്. ഓക്കെ, അപ്പം ഫണ്ട് മാനേജറിൽ ഇതുവരെ മാറ്റം സംഭവിച്ചില്ല, അദ്ദേഹം തന്നെയാണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ ആദ്യം തന്നെ നോക്കി ആ ഒരു ഫണ്ടിന്റെ കൺസിസ്റ്റൻസി എന്നുള്ളൊരു ഫാക്ടർ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ അതിൽ കണ്ടു എല്ലാ പ്രാവശ്യവും ഒരു അബവ് ആവറേജ് ആയിട്ട് ഈ ഒരു ഫണ്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് മാനേജറിലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഫണ്ട് മാനേജർ സെയിം ആള് തന്നെയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫണ്ടായിട്ട് നമുക്ക് ഈ ഒരു ഫാക്ടർ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വെച്ച് കൺസിഡർ ചെയ്യാം, നമുക്ക് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ ഈ ഫണ്ട് മാനേജേഴ്സിലെ ആ ഒരു ഫണ്ട് മാനേജറിന്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ താഴെ തന്നെ നമുക്ക് ആ ഫണ്ട്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനേജ് ചെയ്യുന്ന മറ്റ് ഫണ്ടുകളുടെ ലിസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഫണ്ടുകളുടെ പെർഫോമൻസും അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബാക്കിയുള്ള ഫണ്ടുകളും എത്ര നല്ല രീതിയിൽ തന്നെയാണോ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഏകദേശം നമുക്കൊരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ഫണ്ട് ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നുണ്ട്, അതിലൊരു 3 അദ്ദേഹം നല്ലൊരു ആവറേജ് നേരത്തെ കണ്ടതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫണ്ടിന് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണത്. ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്ന ഫാക്ടർ, അതായത് 5ാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫാക്ടർ എന്ന് പറയുന്നത് AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്നതാണ്. AUM എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ടിലേക്ക്, ആ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് ആണ് ഈ AUM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഫണ്ടിന് നല്ലൊരു സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ അതിലേക്ക് വളരെയധികം വലിയൊരു എമൗണ്ട് ഫണ്ട് വരികയും പിന്നെ ആ ഒരു ഫണ്ട് മാനേജർക്ക് നല്ല രീതിയിൽ ആ ഫണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. കാരണം ഈ ഒരു ഫണ്ടിലേക്ക് അത്തരത്തിൽ ഓവറായിട്ട് ഫണ്ടിന്റെ ഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അത്തരത്തിലാണെങ്കിൽ ആ ഒരു ഫണ്ട് മാനേജർക്ക് ആ ഒരു ഫണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കണ്ടെത്തുന്ന ഫണ്ടിന്റെ AUM എന്ന് പറയുന്നത് കുറവായിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AUM കുറയുന്നതനുസരിച്ച് ആ ഫണ്ട് മാനേജർക്ക് ആ ഒരു ഫണ്ട് മാനേജ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ AUMന്റെ ഒരു ലിമിറ്റ് പറയുന്നത് ലാർജ് ക്യാപ് മൾട്ടി ക്യാപ് ഫണ്ടുകൾക്ക് ഏകദേശം 5000 കോടിയുടെ താഴെയാണ് AUM. ഫണ്ടുകളുടെ AUM 5000 കോടിയുടെ, നമ്മൾ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഫണ്ടുകളുടെ AUM 5000 കോടിയുടെ താഴെയാണെങ്കിൽ
ആ ഒരു ഫണ്ട് ഓവർ എക്സ്പോസ്ഡ് അല്ല, അതായത് കൂടുതൽ ആളുകൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകൾക്ക് ഏകദേശം 2000 കോടിയുടെ AUM-ലും 2000 കോടിയിലും താഴെയാണ് AUM വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ടിലും ഇത്തരത്തിൽ ഓവർ എക്സ്പോസ്ഡ് അല്ല, കൂടുതൽ വലിയൊരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാഷ് ഫ്ലോ കൂടുതലായിട്ട് വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫണ്ടിനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കാം. അപ്പൊ ഈ ഒരു ഇപ്പൊ പറഞ്ഞ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഈ ഒരു 5 ഫാക്ടേഴ്സ് വെച്ച് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു 5 ഫാക്ടറിങ് വെച്ച് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക, ഇത്രയും കാലം സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റാർ റേറ്റിംഗ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പെർഫോമൻസും വെച്ച് മാത്രമായിരിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നോക്കുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന മ്യൂച്വൽ ഫണ്ടിൽ വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ നല്ലൊരു ഫണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫണ്ട്, ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു ടോപ്പിക് ഞാൻ കൺസിഡർ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം, ഈ വീഡിയോക്ക് പറ്റിയുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള കുറെ ഡൗട്ട്സ് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരുന്നതായിരിക്കും, ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനെ പറ്റിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.